നമസ്കാരം. കലിക പ്ലസിലേക്ക് സ്വാഗതം. ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അരുൺ രാജ് നടത്തിയ പത്രസമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. നമ്മുടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എത്തിയിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ, നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വളരെയേറെ ശക്തമായ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചടയമംഗലത്ത് ആരാധനായ തിരുവനന്തപുരം മേയർ അഡ്വക്കേറ്റ് ബി രാജേഷാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഇന്ന് വിളിച്ച് പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. സജീവ്, ട്രൂത്ത് വിഷൻ ചടയമംഗലം, ഗോവൻ ചേട്ടൻ, മുദ്ര, ഒന്ന് രഞ്ജിത്ത് MC, ബിനു മനോരമ TV കടക്കൽ, ഷാജി കയ്യിൽ നോക്കണേ, ഷാജി കേരള വിഷൻ കടക്കൽ, ഷാൻഡി കലിക കടക്കൽ, സജി മാതൃഭൂമി ചാനൽ ചടയമംഗലം, രാജ്മോഹൻ സാക്ഷി TV, ഷാനവാസ് ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ പ്ലസ് കലിക, ഷാജി പ്രഭാകരണ്ണൻ കടക്കൽ, അദ്ദേഹം കലിക പ്ലസ് ആണ്. മറ്റത് ജയണ്ണൻ ആയൂർ മംഗളം റിപ്പോർട്ടർ, അതുപോലെ മാതൃഭൂമി സുരേന്ദ്രണ്ണൻ മാതൃഭൂമി ചാനൽ, ബിനു ഇട്ടിവ ചാനൽ റിപ്പോർട്ടർ, അഭിലാഷ് അബി വീഡിയ രണ്ട്, മറ്റത് നമ്മളെ അദ്ദേഹം കടക്കൽ അനന്തൻ കടക്കൽ ചാനലില്ലേ കടക്കൽ, അതുപോലെ ചേട്ടൻ അപ്പം ഇത്രയും പേരാണ് നമുക്ക് ഇവിടെ എത്തുള്ളത്. ഇനി 3-4 പേരും കൂടെ ഉണ്ട്, അത് വേറെ സ്ഥലത്ത് വരും. പിന്നെ കുറച്ച് പേര് നമ്മുടെ സ്ട്രിങ് എടുത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ 20ഓളം പേരെയാണ് പത്രപ്രവർത്തക പ്രതിനിധികൾ വിളിച്ചിരിക്കുന്നത്. ഇത്രയും പേരെ ഞാൻ കൊണ്ട് നമ്മുടെ പരിപാടിയിൽ നമ്മുടെ NDA കൺവീനറും ജില്ലാ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള MR സുരേഷ് ഞാൻ സദയം ക്ഷണിച്ചു. ഇന്ന് ഈ ഇത്തരത്തിലൊരു പത്രസമ്മേളനത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള NDAയുടെ ചടയമംഗലം അസംബ്ലി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ശ്രീമാൻ RS അരുൺ രാജ്, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മണ്ഡല കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഗിരീഷ് വയല, പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീമാൻ S വിജയൻ, പാർട്ടിയുടെ സംഘത്തിന്റെ സംയോജകൻ ശ്രീ അനിൽകുമാർ, മീഡിയ സെല്ലിന്റെ കോർഡിനേറ്റർ ശ്രീ VS ഉണ്ണികൃഷ്ണൻ, പാർട്ടിയുടെ ചടയമംഗലം മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ മഞ്ജേഷ് അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും നമ്മുടെ ഈ പത്രസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഇത്തരത്തിലൊരു പത്രസമ്മേളനം നമ്മൾ സംഘടിപ്പിക്കാനുള്ള കാരണം, നമുക്കറിയാം നമ്മളൊരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഏപ്രിൽ മാസം 9 കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലെ ഒരു ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ചടയമംഗലം മണ്ഡലത്തിൽ മത്സരിക്കുന്ന ശ്രീമാൻ RS അരുൺ രാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടന്നു വരികയാണ്. ഈ നിയോജക മണ്ഡലത്തിന്റെ എല്ലാ ഭാഗത്തും ആദ്യ പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയ്ക്ക് പ്രവർത്തനങ്ങൾ എത്തിക്കഴിഞ്ഞു. ഒരു 1ാം ഘട്ട പ്രവർത്തനം നമ്മൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു വരുന്നതിനെ കുറിച്ച് താമസമുണ്ടായി. അതുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ അത്തരത്തിൽ മുന്നോട്ട് വന്നിരുന്നില്ല എങ്കിൽ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വളരെയധികം മുന്നോട്ട് പോകുവാൻ NDAയുടെ പ്രവർത്തനങ്ങൾ ഈ നിയോജകമണ്ഡലത്തിൽ സജീവമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 2 മുന്നണികൾക്കും ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് BJP അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുന്നതിന് ഒപ്പം നമ്മൾ തൊട്ടടുത്ത പരിപാടി, അതായത് ഈ നാളെ വൈകിട്ട് 4 മണിക്ക് ചടയമംഗലം കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് പിന്നെ NDAയുടെ നിയോജക മണ്ഡലം കൺവെൻഷൻ നടക്കുകയാണ്. ആ കൺവെൻഷൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും തിരുവനന്തപുരം മേയറുമായിട്ടുള്ള ശ്രീമാൻ VV രാജേഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കഴിഞ്ഞ 30 വർഷക്കാലത്തിലധികമായി ഞാൻ പ്രവർത്തിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നും രാജിവെച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ സ്ഥാനാർത്ഥിയായി
ഈ ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ രംഗത്ത് വരാനുണ്ടായ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പലതവണ ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതും അത് ഈ നിയോജക മണ്ഡലത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളതും ആണ് എന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് വീണ്ടും ആവർത്തന വിരസതയുണ്ടാക്കി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഈ നിയോജക മണ്ഡലവും ഇവിടുത്തെ ജനങ്ങളും അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ വികസനമില്ലായ്മയുമാണ് എന്ന് നിസ്സംശയം എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയും. 57 ശേഷം ഒരു തവണയൊഴിച്ച് മറ്റെല്ലാ അവസരങ്ങളിലും ഇടതുപക്ഷത്തിനോടൊപ്പം നിലകൊണ്ട ഒരു നിയോജക മണ്ഡലമാണ് നമ്മുടെ ചടയമംഗലം നിയോജക മണ്ഡലം. ആരെ നിർത്തിയാലും, നേരത്തെ ശ്രീ സുരേഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ആരെ നിർത്തിയാലും ചടയമംഗലത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എങ്കിലും തങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഇവിടെ നിന്ന് വിജയിക്കുമെന്നുള്ള അഹങ്കാരവും ധാർഷ്ട്യവും CPI പോലെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വച്ചു പുലർത്തുന്നത് കൊണ്ടാണ് ചടയമംഗലം മണ്ഡലം ഇത്രയും പിന്നോക്കാവസ്ഥയിലായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ചടയമംഗലത്തിന്റെ ജനപ്രതിനിധി ഈ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഒരു മന്ത്രിയായിരുന്നു. ഒട്ടനവധി കാര്യങ്ങൾ ഈ ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ ചെയ്യുവാൻ അവസരമുണ്ടായിട്ടും ഒരു ചെറുവിരൽ പോലും ഈ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി അനക്കാതെ മന്ത്രി പദവി ആസ്വദിച്ച് നടന്ന ഒരു ജനപ്രതിനിധിയെയാണ് നമുക്ക് ഈ നിയോജക മണ്ഡലത്തിൽ കാണുവാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജനസമ്പർക്ക പരിപാടിയുമായി ഈ മണ്ഡലത്തിന്റെ വിവിധ പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെന്നപ്പോൾ ആദ്യം അവർ പറഞ്ഞത്, താങ്കളെ ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കാം, പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ച MLA പോലെ ആവരുത്. അത്യാവശ്യം 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾക്ക് കാണുവാൻ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ അഭിപ്രായങ്ങളും പരാതികളും പറയുവാനുള്ള അവസരം ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കണം എന്നാണ് വളരെ വേദനയോടുകൂടി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ എന്നോട് പറഞ്ഞത്. നമുക്കറിയാം, ചടയമംഗലം നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് ചടയമംഗലം താലൂക്ക്. വാഗ്ദാനങ്ങൾ ഒതുങ്ങുന്നതല്ലാതെ ചടയമംഗലം താലൂക്കിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ചടയമംഗലത്ത് നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ആരും ഫലപ്രദമായി ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അതോടൊപ്പം ഇപ്പോൾ ചൂട് സമയമാണ്. വിവിധ പ്രദേശങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കുടിവെള്ളക്ഷാമം, ജലദൗർലഭ്യമാണ്. അത് പരിഹരിക്കുവാനുള്ള ഫലപ്രദമായ ഒരു നടപടികളും ചടയമംഗലത്തുണ്ടായിട്ടില്ല. ആരോഗ്യരംഗത്തെ ആശുപത്രികളുടെ കാര്യമാണെങ്കിൽ പറയാനില്ല. കടയ്ക്കൽ താലൂക്ക് ആശുപത്രി ഇക്കഴിഞ്ഞ ദിവസം, ഇന്നലെ പോലും മാധ്യമങ്ങളിൽ വലിയ വാർത്ത വന്നു. ചടയമംഗലം താലൂക്ക് ആശുപത്രി, അതായത് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ചെല്ലുന്ന രോഗികളെ മെഡിക്കൽ കോളേജുകളിലേക്കും മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്കും റഫർ ചെയ്യുകയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന രോഗികൾ രോഗം സീരിയസ് അല്ല എന്ന് കണ്ട് അവിടുത്തെ ഡോക്ടർമാർ തിരിച്ച് താലൂക്ക് ആശുപത്രിയിലേക്ക് തന്നെ അയക്കുന്നു. സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടി ചെല്ലുന്നവർ 1-2 ദിവസത്തെ ചികിത്സ കഴിഞ്ഞ് അവർ വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നു. അപ്പോൾ രോഗികൾക്ക്, സാധാരണക്കാരായ പാവങ്ങളായ രോഗികൾക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു സംവിധാനമായി കടയ്ക്കൽ താലൂക്ക് ആശുപത്രി മാറിയിരിക്കുന്നു. നിലമേൽ ചടയമംഗലം, വെളിനല്ലൂർ, ഇളമാട് തുടങ്ങിയ PHCകളിലെയും CHCകളിലെയും ഒന്നും സ്ഥിതി വ്യത്യസ്തമല്ല. പേരിന് വേണ്ടി കിടത്തി ചികിത്സ നടത്തും. 2-3 മാസം കഴിയുമ്പോൾ ഡോക്ടർമാരില്ല, പാരാമെഡിക്കൽ സ്റ്റാഫില്ല, നഴ്സിംഗ് സ്റ്റാഫില്ല എന്നുള്ള കാരണം പറഞ്ഞ് കിടത്തി ചികിത്സ അവസാനിപ്പിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ചികിത്സാ സഹായ പദ്ധതികൾ, ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ വഴി വളരെ മികച്ച തലത്തിലേക്ക് കേരളത്തിലെ ആശുപത്രികളെ മാറ്റിയെടുക്കുന്നതിനുള്ള ഫണ്ട് NHM പോലെ ഉള്ള സംവിധാനങ്ങൾ വഴി വളരെ വ്യാപകമായി കേരളത്തിൽ എത്തുന്നുണ്ട് എങ്കിലും ഇതൊന്നും പാവപ്പെട്ട രോഗികളുടെ ചികിത്സയ്ക്കോ അവർക്ക് ആശ്വാസമോ നൽകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ ഈ സംസ്ഥാനത്തെ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ആശുപത്രികളുടെ ശോച്യാവസ്ഥയ്ക്ക് കാരണം. മറ്റൊന്ന്, കളിസ്ഥലങ്ങൾ. വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും ഇന്ന് എല്ലാവരും
സോഷ്യൽ മീഡിയയും മൊബൈലുമൊക്കെയായി ഫ്രീ ആയി കിട്ടുന്ന സമയത്തിന്റെ ബഹുഭൂരിഭാഗവും ചെലവഴിക്കുന്നത് മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലുമൊക്കെയാണ്. അപ്പോൾ കുട്ടികളുടെയൊക്കെ ആരോഗ്യസ്ഥിതിയും മാനസികാവസ്ഥയും ഒക്കെ വളരെ മോശമായി മാറിയിരിക്കുന്നു എന്ന് പല പഠന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് അവരുടെ മാനസിക ഉല്ലാസത്തിന് ഏറ്റവും വേണ്ട അത്യന്താപേക്ഷിതമായ ഒന്നാണ് കളിസ്ഥലങ്ങൾ. പക്ഷേ ചടയമംഗലത്തെ വിവിധ പഞ്ചായത്തുകളിലെ കളിസ്ഥലങ്ങൾ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്നതല്ലാതെ, അല്ലെങ്കിൽ നിർമ്മാണം ആരംഭിച്ചതൊക്കെ പാതി വഴിയിൽ കാട് കയറി കിടക്കുന്നു, ചെളി കയറി കിടക്കുന്ന ഗ്രൗണ്ടുകളായി മാറിയിരിക്കുന്നു എന്നല്ലാതെ കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് ഉപയോഗപ്രദമായ കളിസ്ഥലങ്ങൾ ചടയമംഗലം നിയോജക മണ്ഡലത്തിന്റെ ഒരു സ്ഥലത്തും കാണാനില്ല. അപ്പോൾ എല്ലാ മേഖലകളിലും വികസന മുരടിപ്പാണ് ചടയമംഗലത്ത് കാണുവാൻ കഴിയുന്നത്. ഗ്രാമീണ റോഡുകളുടെ തകർച്ച, ചടയമംഗലത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ ഗ്രാമീണ റോഡുകൾ പണി ആരംഭിച്ച് പൂർത്തിയാകാത്തവ, പണി ചെയ്ത് 3 മാസമോ 6 മാസമോ കഴിയുമ്പോൾ തകർന്നു കിടക്കുന്ന റോഡുകൾ, അങ്ങനെ റോഡുകളാകെ തകർന്ന് ഗതാഗത സംവിധാനം പോലും തകരാറിലായിരിക്കുന്ന ഒരു കാഴ്ചയാണ് ചടയമംഗലം മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ കാണുവാൻ കഴിഞ്ഞത്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചടയമംഗലം നിവാസികളുടെ ഏറ്റവും ഉന്നമനത്തിന് വേണ്ടി ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയായിരുന്നു ജഡായിപ്പാറ ടൂറിസം പദ്ധതി. ലോക ഭൂപടത്തിൽ തന്നെ ചടയമംഗലത്തിന് സ്ഥാനം നേടിക്കൊടുക്കുവാൻ കഴിയുന്ന, ചടയമംഗലവും ചടയമംഗലത്തിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം പോലും മെച്ചപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള ശേഷിയുള്ള ഒരു പദ്ധതിയായിരുന്നു ജഡായിപ്പാറ ടൂറിസം പദ്ധതി. പക്ഷേ ആ പദ്ധതി ഇപ്പോൾ പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. അത് ഒരു കമ്പനിക്ക്, ജഡായിപ്പാറ ടൂറിസം പദ്ധതി 30 വർഷത്തേക്ക് ലീസിന് നൽകിയ ഒരു കമ്പനിക്ക്, അതിൻ്റെ അധികാരികൾക്ക് സമ്പത്തുണ്ടാക്കാനുള്ള ഒരു ഉപാധി മാത്രമായി ചടയമംഗലത്തെ ജഡായിപ്പാറ ടൂറിസം പദ്ധതി മാറിയിരിക്കുന്നു. നമ്മൾ കടയ്ക്കൽ, ഇട്ടിവ, കുമ്മിൾ, മടത്തറ പ്രദേശങ്ങളിൽ രാത്രി 8:30 മണി കഴിഞ്ഞാൽ പൊതുഗതാഗത സംവിധാനം പോലും അപര്യാപ്തമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മടത്തറ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചപ്പോൾ, മടത്തറ ടൗണിലെത്തിയപ്പോൾ, മടത്തറ ടൗണിലുള്ള വ്യാപാരികളും അവിടെ ബസ് കയറാൻ കാത്തു നിന്നവരും പറഞ്ഞ പ്രധാന പരാതി, അവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, പക്ഷേ ആ ബസ് സ്റ്റാൻഡ് കാട് കയറി നശിച്ചിരിക്കുകയാണ്. അവിടെ പകൽ സമയങ്ങളിൽ പട്ടികളും രാത്രികാലത്ത് പന്നികളും യഥേഷ്ടം വിഹരിക്കുന്നു. ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല ആ ബസ് സ്റ്റാൻഡ്. അപ്പോൾ സംസ്ഥാന ഒരു MLA എന്നുള്ള രീതിയിൽ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ആ ബസ് സ്റ്റാൻഡ് പുനരുജ്ജീവിപ്പിച്ച് പുനരുദ്ധരിച്ച് അവിടെ ഒരു ഓപ്പറേറ്റിംഗ് സെന്റർ അടക്കം സ്ഥാപിച്ച് രാത്രികാലങ്ങളിൽ ബസ്സില്ലാത്ത സ്ഥലത്തേക്ക് ഷെഡ്യൂളുകൾ ഉണ്ടാക്കി, ഇപ്പോൾ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് നിർത്തിയിരിക്കുന്ന സ്റ്റേ ബസ്സുകൾ പല സ്ഥലങ്ങളിലേക്കും വീണ്ടും അനുവദിപ്പിച്ച് ഗതാഗത ക്ഷാമത്തിന് പരിഹാരം കാണുവാനുള്ള എല്ലാ മാർഗങ്ങളും ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ ഉണ്ടായിട്ടും ചടയമംഗലത്തിന്റെ ജനപ്രതിനിധി അതിനുവേണ്ടി ഒരു ചെറുവിരൽ അനക്കിയതായി നമുക്ക് ആർക്കും കാണുവാൻ കഴിയും. ചടയമംഗലത്ത് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പോക്കിൽ അസംതൃപ്തരായ ഒട്ടനവധി എൻ്റെ മുൻകാല സഹപ്രവർത്തകർ എന്നെ ബന്ധപ്പെടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അതിൽ പലരും പരസ്യമായി രംഗത്ത് വരും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു വലിയ ഒഴുക്ക് തന്നെയായിരിക്കും. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വലിയ ഒരു ഒഴുക്കായിരിക്കും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഉണ്ടാകാൻ പോകുന്നത്.